ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതിസ് വ്ലോഗ്. ഇന്നത്തെ എൻ്റെ വീഡിയോ കാഞ്ചീപുരം ഇഡ്ഡലിയാണ്. നമ്മൾ സാധാരണ ഇഡ്ഡലിക്ക് അരിയുടെ മൂന്നിലൊന്നാണ് ഉഴുന്നിടുക. അപ്പോൾ ഇതിൽ വ്യത്യാസമുണ്ട്. ആദ്യം ഞാൻ ചോറ് വയ്ക്കുന്ന അരിയാണ്, അതൊരു കപ്പ് അരി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ചോറ് വയ്ക്കുന്ന ഏത് അരിയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ വേണ്ട അതേ അളവിന് തന്നെ പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരിയും പുഴുങ്ങലരിയും ഒരേ അളവിലെടുക്കുക. അതിൻ്റെ പകുതി ഉഴുന്നെടുക്കുക. 2 കപ്പ് അരിയാണ് വെച്ചാൽ 1 കപ്പ് ഉഴുന്ന്. പിന്നെ വേണ്ടത് നമ്മൾ സാധാരണ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ ചേർത്തി കൊടുക്കുന്ന പോലെ ഉലുവ ചേർത്തണം. ഈ അരിയും ഉഴുന്നും ഒന്നിച്ചിട്ട് വെള്ളത്തിലിടരുത്. അരി തനിയും ഉഴുന്ന് തനിയും വേണം നമ്മൾ വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട്. ഉഴുന്ന് തനിയാണ് നമ്മൾ ആദ്യം അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുതിരുന്നതിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതേ വെള്ളത്തിൽ തന്നെയാണ് ഞാൻ മാവ് അരയ്ക്കുന്നതും, വേറെ വെള്ളം ചേർത്തുന്നില്ല. 4 മണിക്കൂറെങ്കിലും കുതിരണം. അപ്പോൾ അത് 4 മണിക്കൂറിലേറെ ആയിട്ടുണ്ട്. മാവ് ഗ്രൈൻഡറിൽ അരയ്ക്കുന്നതായിരിക്കും കൂടുതൽ നന്നാവുക. പക്ഷേ മിക്സിയിലാണ് അരയ്ക്കുന്നതെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഐസ് വാട്ടർ ഒഴിച്ചിട്ട് അരച്ചാൽ മതി. മാവ് ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഐസ് വാട്ടർ ഒഴിച്ച് അരയ്ക്കുന്നത്. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഉഴുന്ന് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കുക. നല്ല തിക്കായിട്ട് വെണ്ണ മാതിരി കിട്ടണം. വെണ്ണ ആവുന്ന അതേ സ്റ്റേജ്, ഒരു വെണ്ണയുടെ സ്റ്റേജ് വരുമ്പോൾ നമ്മൾ മാവ് എടുത്ത് വയ്ക്കുക. പിന്നെ അതേപോലെ ഇനി അരി നമുക്ക് അരച്ചെടുക്കാനുണ്ട്. അരി അരച്ചെടുക്കുമ്പോൾ നല്ല നമ്മൾ ഉഴുന്ന് നൈസായിട്ട് അരച്ചു, അരി തരിയായിട്ട് അരച്ചെടുക്കണം. തരിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഉഴുന്നിലേക്ക് ചേർത്തിട്ട് നമ്മൾ മാവ് ഒന്നിച്ച് കലക്കിയെടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ ഇളക്കി വെക്കുക, നല്ല മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 8 മണിക്കൂർ നമ്മളിത് പുളിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ പുളിക്കാൻ വേണ്ടി വെക്കുമ്പോൾ അത് പൊങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് പകുതിയാക്കി എടുത്തിട്ട് മാറ്റിയിട്ടുണ്ട്. രണ്ടാക്കി വെച്ചിട്ടുണ്ട്. 8 മണിക്കൂറിലേറെയായി. നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല പൊങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് താളിച്ച ഐറ്റംസും കൂടി ചേർക്കാനുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഇഞ്ചി, ജീരകം, കുരുമുളക്, ചുക്കുപൊടി, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, പിന്നെ അണ്ടിപ്പരിപ്പ്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, പിന്നെ വേണ്ടത് പെരുങ്കായത്തിൻ്റെ പൊടി. ഇത്രയും സാധനങ്ങൾ നമ്മൾ കടുക് താളിച്ച് വഴറ്റിയെടുക്കണം. നല്ല എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുക് പൊട്ടിച്ച് താളിച്ചെടുക്കണം. കടുക് പൊട്ടി വരുമ്പോഴേ അതിലേക്ക് നമുക്ക് ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കും. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ വഴറ്റിയെടുക്കണം. പിന്നെ എടുത്തു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, പച്ചമുളക്, ചെറുതായി അരിഞ്ഞ ഇഞ്ചി എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതിലേക്ക് ജീരകത്തിൻ്റെ പൊടി ചേർത്താലും മതി. ഇത് ഞാൻ ജീരകം മുഴുവനായിട്ടാണ് എടുത്തുള്ളത്. ചെറിയ ജീരകമാണ്. എല്ലാം ഒന്ന് എണ്ണയിൽ കിടന്ന് വഴറ്റിയെടുക്കുമ്പോൾ കൂടെ കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സ്റ്റവ് ഓഫ് ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുക. ചുക്ക് ഞാൻ പൊടിച്ചെടുത്തതാണ്. പിന്നെ കുരുമുളക് പൊടി, പിന്നെ വേണ്ടത് പെരുങ്കായത്തിൻ്റെ പൊടി. അതൊരു 1/4 ടീസ്പൂൺ വരുന്ന മാതിരി മതിയാവും ടേസ്റ്റിന് വേണ്ടിയിട്ട്. അതും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ആ ചൂടിൽ തന്നെ ഒന്ന്
ഫ്ലേവറൊക്കെ അതിൽ വരും. ഇനി ആ മസാല അങ്ങനെ നമ്മൾ മാവിൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ എല്ലാ ഭാഗത്തും ഈ മസാല ഇതൊക്കെ വരുന്ന പോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഡ്ഡലി കുറച്ച് മാവ് എടുത്തിട്ട് ഇഡ്ഡലി തട്ടിലും വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ 2 പാത്രം എടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം, ഗ്ലാസ് ആയാലും കുഴപ്പമില്ല. മാവ് ഒഴിക്കുന്ന പാത്രത്തിൽ നല്ലപോലെ എണ്ണ തടവിയിട്ട് വേണം നമ്മളതിൽ മാവ് ഒഴിക്കാനായിട്ട്. നമ്മൾ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇഡ്ഡലി അടർന്ന് പോരുന്നതിന് ഇത് ഏറ്റവും ഈസി ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ 2 പാത്രത്തിലും മാവ് ഒഴിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ സാധാരണ ഇഡ്ഡലി വേവിക്കാനുള്ള തട്ടിലും ഇഡ്ഡലി വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ സാധാരണ ഇഡ്ഡലി വേവിക്കുന്ന പോലെ നമ്മൾ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുക. ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു ഫുഡും കൂടിയാണ് ഇഡ്ഡലി. അപ്പോൾ അത് ഒന്നും കൂടി ആ ടേസ്റ്റ് കൂട്ടുന്ന രീതിയിലാണ് നമ്മുടെ ഈ കാഞ്ചീപുരം ഇഡ്ഡലി ഉള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.